സൂരജ് ടോം സംവിധാനം ചെയ്ത സിനിമയാണ് നമ്മുടെ വിശേഷം എന്ന് പറയുന്നത്. അഭിനയിച്ചിരിക്കുന്നത് മധുസൂദനൻ ആനന്ദ്. പുള്ളിയാണ് ഇതിൽ മെയിൻ റോളിൽ വന്നിരിക്കുന്നത്. പുള്ളി തന്നെയാണ് ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത്, മ്യൂസിക് എഴുതിയിരിക്കുന്ന പുള്ളി തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഗാനരചനയും പുള്ളി തന്നെയാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഒരു സകലകലാ വല്ലഭനാണ്. അപ്പോൾ പുള്ളിയുടെ ക്യാരക്ടർ എന്ന് പറയുമ്പം നമ്മളിപ്പോൾ ഒരു കോളേജിൽ ഒരു ക്ലാസ് റൂം എടുത്തു കഴിഞ്ഞാൽ കുറേ വാളിപ്പയലുകൾ കാണും. അവരെ കാണുമ്പോൾ വാളി സെറ്റപ്പ് ആയിരിക്കും. സ്കൂളിൽ അലമ്പ് ടീം, പിന്നെ കുറേ പഠിപ്പിസ്റ്റ് ടീമുകൾ കാണും. ഇതിൻ്റെ ഇടയ്ക്ക് പെടാത്ത വലിയ കഥയൊന്നും ഇല്ലാത്ത കുറേ ആൾക്കാരുണ്ട്. ഒരു മീഡിയം ക്ലാസ്സിൽ വരുന്നു, അവർ ക്ലാസ്സിൽ പ്രത്യേകിച്ചൊരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാക്കുന്നില്ല, വെറുതെ വരുന്നു പോകുന്നു, എല്ലാ ദിവസവും വരുന്നു, അങ്ങനെ ഒരാളവിടെ ഉണ്ട്, ഒരു ഇമ്പാക്റ്റും ഇല്ലാത്ത ആൾ. നമ്മുടെ പൊതുസമൂഹത്തിൽ നോക്കുമ്പോൾ ഇങ്ങനെ കുറേ പേര് കാണും. കുറേ പേര് ഷോ കാണിക്കും, കുറേ പേര് അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ അച്ചീവ് ചെയ്യും. പൈസ ഉള്ളവരുണ്ടാവും, ജിമ്മന്മാരുണ്ടാവും. ജിമ്മന്മാർക്കൊക്കെ പ്രത്യേകിച്ച് നല്ല സൈസൊക്കെ ഉള്ളവന്മാർക്ക് പ്രത്യേക ഒരു പേടിയാണ് അവരെ കാണുമ്പോൾ. അപ്പോൾ അവരെന്തോ വലിയ സംഭവമാണെന്നുള്ള ഒരു മൊത്തത്തിൽ നമുക്ക് കാണുമ്പോൾ ഉള്ള ആൾക്കാരുടെ ഒരു വിലയിരുത്തലാണ്. ആൾക്കാർ ജഡ്ജ് ചെയ്യുമ്പോൾ ആദ്യം ലുക്ക് വെച്ചിട്ട് ജഡ്ജ് ചെയ്യുള്ളൂ. അതിവിടുത്തെ ഒരു കുഴപ്പമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ജോലി, മണിയൊക്കെ വെച്ചിട്ട് ജഡ്ജ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ലുക്ക് വെച്ച് നോക്കുമ്പോൾ തന്നെ അയ്യോ ഒരു കഥയില്ലാത്തടുത്ത് എന്നും പറഞ്ഞിട്ട് അവരെ അങ്ങനെ ഇഗ്നോർ ചെയ്യണം പതിവ്. പക്ഷേ അവർക്കും അവരുടേതായ ഇമോഷൻസ് ഉണ്ട്, അവരുടേതായ ആഗ്രഹങ്ങളുണ്ട്, വ്യക്തിത്വമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാധാരണക്കാരനായിട്ടുള്ള തലയിൽ കഷണ്ടിയൊക്കെ ഉള്ള അത്രയ്ക്ക് വലിയ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലാത്ത ഒരു സാധാരണക്കാരനായ ഒരു കഥാപാത്രമാണ് പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്നത്. വിവാഹ മോചിതനാണ്. ചിന്നു ചാന്ദിനിയാണ് നായിക. നമുക്കറിയാം ഭീമൻ്റെ വഴിയിലുണ്ട്, ഗോളത്തിലുണ്ട് പുള്ളിക്കാരി, വണ്ണം വെച്ചിട്ടുള്ള. എന്ത് കൂടുതലും പെർഫോമൻസ് ഇടാം ഇവരൊക്കെ. അതെന്ത് ക്യൂട്ടാണെന്നറിയാമോ? ഭയങ്കര ഒരു മനുഷ്യ ജീവിതത്തിലെ എല്ലാ ഇമോഷനിലും കൂടി കയറി പോകുന്ന ഒരു കഥാപാത്രമാണ്. അതെല്ലാം ഗംഭീരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ദാമ്പത്യത്തിൻ്റെ സൗന്ദര്യവും അവരുടെ ഒരു കെമിസ്ട്രിയും അവരുടെ സ്നേഹമൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് ത്രൂ ഔട്ട് നല്ല രസമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അൽത്താഫ് വരുന്നുണ്ട്. അൽത്താഫ് അത്യാവശ്യം നന്നായിട്ട് ചിരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വിനീത് തട്ടിൽ വരുന്നുണ്ട്. ബൈജു എഴുപുന്ന ആദ്യമായിട്ടാണ് പുള്ളിക്കാരൻ ഒരു സിനിമയിൽ ഇത്രയും റോളുള്ളതായിട്ട് ഞാൻ കാണുന്നത്. ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ക്യാരക്ടറാണ്. രണ്ടുപേരെ കാണാനും അനിയനും ചേട്ടനും പോലെ തന്നെ ആയിരിക്കും. നമ്മുടെ മുമ്പ് ഒരു സിനിമയിൽ AKG ആയിട്ട് വന്നൊരു ചേട്ടനുണ്ടല്ലോ, പേര് ഞാൻ മറന്നുപോയി. ഇവരെയൊക്കെ ഒരു ചായയാണ് അവരെ കാണാൻ. ജോണി ആൻ്റണി ഉണ്ട് ഒരു റോളിൽ. ഗിലു ജോസഫ്, മാല പാർവതി, PP കുഞ്ഞികൃഷ്ണൻ, പുള്ളി അടിപൊളിയായിരുന്നു. അങ്ങനെ കുറച്ച് പേരൊക്കെയാണ് ഈ സിനിമയിലുള്ളത്. ഫസ്റ്റ് ഹാഫ് നല്ല രസത്തിൽ പോയി. അതായത് കഥാപാത്രങ്ങൾക്ക് ഭയങ്കര ജീവനുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. നല്ല ലൈഫുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളും, അതും നമുക്ക് അത്ര പരിചയമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് തുടക്കത്തിൽ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ഇൻ്റർവെൽ ആകുമ്പോഴേക്കും ഒരു ഗർഭപ്രശ്നം വരുന്നു, പിന്നീട് അങ്ങോട്ട് എന്തൊക്കെയാണെന്നുള്ളതാണ്. സെക്കൻഡ് ഹാഫിൽ ഒരു ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ വെച്ചിട്ടുള്ള കുറച്ച് ഇൻസിഡൻറ്റുകൾ, അതൊക്കെ ഭയങ്കര രസമായിരുന്നു. അത് അത്രയും കഴിയുമ്പോഴേക്കും നല്ല ഒരു ഫീൽ ഗുഡ് വൈബ് വന്നു. നല്ല അടിപൊളിയായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന സാധനം പിന്നെ അങ്ങോട്ട് വലിയാൻ തുടങ്ങി. പിന്നെ അങ്ങോട്ട് എന്താണ് നടക്കാൻ പോണേന്ന് നമുക്കറിയാം, ഇതായിരിക്കും അവസാനം. പക്ഷേ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ സാധനം കയറ്റണമെന്നുള്ളിടത്ത് അത്ര കൺവിൻസിങ് ആയിട്ട് എൻഗേജിങ് ആയിട്ടും എടുക്കാൻ പറ്റിയില്ല. കുറച്ച് മൊമെൻറ്റ്സ് ഉണ്ട് നല്ലത്, പക്ഷേ ഇത് എന്നെ വെച്ച് വലിച്ച് നീട്ടി കൊണ്ടുപോയിട്ട് അങ്ങനെ സെക്കൻഡ് ഹാഫ് ആ രീതിയിൽ പോയതുകൊണ്ട് അത് നല്ല രീതിയിൽ വന്ന ഒരു സിനിമയായിരുന്നു. ഈ ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിട്ട് വന്നിട്ട് സെക്കൻഡ് ഹാഫ് ഇങ്ങനെ ആയിപ്പോയതുകൊണ്ട് ഒരു ഗംഭീര സിനിമ, അടിപൊളി സിനിമയെന്നൊന്നും പറയാൻ പറ്റാത്ത, വേണമെങ്കിൽ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് വിശേഷം എനിക്ക് തോന്നിയത്. ഇതിൽ പക്ഷേ ഒരു കാര്യം, അത് സ്പോയിലറാണെന്ന് എനിക്കറിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഞാൻ സ്പോയിലർ പറഞ്ഞിട്ടും പറയാതിരുന്നിട്ടൊന്നും വലിയ അർത്ഥവുമില്ല. കാരണം തിയേറ്ററിൽ പടം ഇപ്പം കാണില്ല. ഞാൻ അവസാനത്തെ ഷോ എങ്ങാണ്ടാണ് കണ്ടത്. അതായത് ഒരുപാട് പേർക്ക് ഉപകാരമുള്ള ഒരു സാധനമാണ് ഈ പറയുന്ന ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ. ഒരുപാട് പേർക്ക് അവർക്ക് കുഞ്ഞുങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് നല്ല ഡോക്ടർമാരുണ്ട്. അപ്പോൾ അത്തരം ഒരു മൊത്തത്തിൽ ഈ ഒരു കോൺസെപ്റ്റിനെയും ഈ സ്ഥാപനങ്ങളെയും അടച്ചാക്ഷേപിക്കും പോലെ എനിക്ക് തോന്നി. കാരണം ഇതിലുള്ള എല്ലാവരും ഉടായിപ്പോൾ അവനവൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അല്ലാതെ ഇതിൽ വലിയ കാര്യമൊന്നുമില്ല, എല്ലാം അത്ഭുതം സംഭവിച്ചാണ്, ലക്ക് കൊണ്ടാണ് കിട്ടുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയണം. അങ്ങനെയല്ല. മെഡിക്കൽ സയൻസിൽ നോക്കി സ്കാനിങ് ചെയ്ത് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് നടത്തിയാൽ പിള്ളേരുണ്ടാകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഈ രീതിയിലൊക്കെ ഉള്ള ഒരു മെസ്സേജാണ് അതിൽ കൺവേ ആയി കിട്ടുന്നതാണ് എനിക്ക് തോന്നിയത്. കാരണം ഇതിലൊന്നും പോയൊരു കാര്യമില്ല, ഇതൊക്കെ പൈസ പിടുങ്ങാനുള്ള പരിപാടിയാണ്. അങ്ങനത്തെ ഒരു കാര്യം എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ല, സെക്കൻഡ് ഹാഫ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ദഹിച്ചില്ല. എന്നിരുന്നാലും കണ്ടിരിക്കാം, കുഴപ്പമൊന്നുമില്ല. നല്ല പെർഫോമൻസ് ഉണ്ട്. ഈ പറഞ്ഞ മ്യൂസിക്കൊക്കെ പുള്ളിക്കാരൻ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുറേ പാട്ടുകൾ കുത്തിക്കയറ്റിയിട്ടുണ്ട്, അതൊരു അരോചകമായിരുന്നു, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ. പിന്നെ കുറേ കിടു ഡയലോഗ്സ് ഉണ്ട്, തോട്ട്സ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ തന്നെ. വരട്ടെ.